നമസ്കാരം. ടെറിറ്റോപ്സിസ് ടോർണിക് അല്ലെങ്കിൽ ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞു ജീവി മരണത്തെയും വാർദ്ധക്യത്തെയും തോൽപ്പിക്കുന്ന വിദ്യ വശമാക്കിയവനാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ജനനം, വളർച്ച, വാർദ്ധക്യം, മരണമെന്ന ക്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ജെല്ലി ഫിഷ് മാത്രം ഈ നിയമത്തെ വെല്ലുവിളിക്കുന്നു. ഇതിന്റെ അതിശയകരമായ ജീവിത ചക്രവും ജനിതക രഹസ്യങ്ങളും ശാസ്ത്രലോകത്തെ ഇന്നും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4.5 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു കൈവിരലിന്റെ നഖത്തേക്കാൾ ചെറുതായ ഒരു ജീവിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനിതക വിസ്മയമായാണ് ഇതിനെ കാണുന്നത്. മിക്ക ജീവികളും പ്രായമാകുമ്പോൾ കോശങ്ങൾ നശിക്കുകയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഈ ജെല്ലി ഫിഷിന് മാത്രം പ്രായമാകുമ്പോഴോ ശരീരത്തിന് മുറിവേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കുറവ്, താപനില വ്യതിയാനം, ജീവിക്കാൻ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴോ സ്വന്തം കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. ഇതിനെ ശാസ്ത്രീയമായി സെല്ലുലാർ ട്രാൻസ്ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, ഒരു മുതിർന്ന വ്യക്തി തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടിയായി മാറുന്നത് പോലെയാണിത്. ഈ ജെല്ലി ഫിഷിന്റെ അമരത്വത്തിന് പിന്നിലെ രഹസ്യം അതിന്റെ ജീവിത ചക്രത്തിലെ സവിശേഷമായ മാറ്റമാണ്. സാധാരണ ജെല്ലി ഫിഷുകൾ ലാർവ ഘട്ടത്തിൽ തുടങ്ങി പോളിപ്പ് എന്ന ഘട്ടത്തിലൂടെ കടന്ന് മെഡൂസ എന്ന പ്രായപൂർത്തിയായ ഘട്ടത്തിലെത്തുന്നു. ഈ മെഡൂസ അവസ്ഥയിലാണ് അവ മുട്ടയിടുന്നതും വംശവർദ്ധനവ് നടത്തുന്നതും. സാധാരണഗതിയിൽ ഈ ഘട്ടം കഴിഞ്ഞാൽ ജെല്ലി ഫിഷുകൾ നശിച്ചു പോകാറാണ് പതിവ്. എന്നാൽ ടെറിറ്റോപ്സിസ് ടോർണിക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ അത് ശരീരത്തെ ഒരു പന്ത് പോലെ ചുരുട്ടുകയും സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താഴുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അത് വീണ്ടും തന്റെ ആദ്യകാല രൂപമായ പോളിപ്പ് ഘട്ടത്തിലേക്ക് മാറുന്നു. ഈ പ്രക്രിയയിലൂടെ അത് തന്റെ പ്രായത്തെ റീസെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ എത്ര തവണ വേണമെങ്കിലും ഇതിന് തന്റെ ജീവിതം ആദ്യമേ തുടങ്ങാൻ സാധിക്കും. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ ജെല്ലി ഫിഷിന് ബയോളജിക്കൽ ഇമ്മോർട്ടാലിറ്റി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് സ്വാഭാവികമായ വാർദ്ധക്യം മൂലം ഈ ജീവി ഒരിക്കലും മരിക്കില്ല. എന്നാൽ ഇതിനർത്ഥം ഇതിനൊരിക്കലും മരണം സംഭവിക്കില്ല എന്നല്ല. സമുദ്രത്തിലെ മറ്റ് വലിയ ജീവികൾ ഇവയെ ഭക്ഷിച്ചാലോ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ ബാധിച്ചാലോ ഇവ മരിക്കും. എങ്കിലും ജനിതകമായി നോക്കിയാൽ ഇവയ്ക്ക് പ്രായമാകുന്നില്ല എന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമാണ്. ഈ കുഞ്ഞൻ ജീവിയിൽ നിന്ന് കോശങ്ങളെ എങ്ങനെ പുനഃക്രമീകരിക്കാം എന്ന പാഠം പഠിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ. ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച തടയാനും മനുഷ്യരിലെ വാർദ്ധക്യം മന്ദഗതിയിലാക്കാനും ഈ പഠനങ്ങൾ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. തുടക്കത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ ജീവി ഇന്ന് ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. കപ്പലുകളുടെ അടിത്തട്ടിലും മറ്റും പറ്റിപ്പിടിച്ച് ഇവ ദൂരപ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നു. പസഫിക് സമുദ്രം മുതൽ അറ്റ്ലാന്റിക് വരെയുള്ള ഇവരുടെ സാന്നിധ്യം ഇന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേവലം ഏതാനും മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഈ ജീവി പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നായ അമരത്വത്തിന് ഉത്തരം തേടാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഏറ്റവും വലിയ മാന്ത്രിക വിദ്യയാണ് ടെറിറ്റോപ്സിസ് ടോർണി എന്ന ഈ കുഞ്ഞൻ ജെല്ലി ഫിഷ്. വെബ് ഡെസ്ക് തത്വമൈ TV.